ഹലോ! അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ കുക്കിങ്ങും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് വിഷാട്ടനും കണ്ണനും എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ രാവിലെ തൊട്ടേ തുടങ്ങിയിരുന്നു ട്ടോ. കൂവപ്പായസം ഉണ്ടാക്കായിരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പൊ കട്ടയില്ലാതെ ലൂസായിട്ട് ഉണ്ടാക്കാനാണ് ട്ടോ ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ആദ്യം കൂവപ്പായസം അപ്പൊ ഞാനിപ്പോ ഒരു കപ്പ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട് ട്ടോ. അതിലേക്ക് ഞാൻ ഒരു കപ്പ് ലൂസായിട്ടുള്ള ശർക്കര പാനിയാണ് അരിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ കുറച്ചിങ്ങനെ കട്ടയാവണോന്ന് തോന്നുമ്പോൾ തിളച്ച വെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് ലൂസാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും ട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു സ്റ്റേജ് ആവണ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാല് ഒരു 2-3 സ്പൂണേ ഉള്ളൂ തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പൊ ഇതാ കൂവ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യും അതുപോലെ തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ഞാൻ ചിരകിയിട്ടും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം എന്താ 2 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂവപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കുക. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് പപ്പടം കൂടി കാച്ചിട്ടോ. അപ്പോൾ പഴവും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുമല്ലോ. പഴത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടെ പപ്പടം കൂട്ടി കഴിക്കാനാണ് കേട്ടോ. കൂവപ്പായസത്തിന്റെ ഇതുപോലെ പപ്പടം ഇടിച്ച് പൊടി പൊടിയാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലെ. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ട് നേരെ എൻ്റെ ആയുധമായിട്ടുള്ള ചൂലെടുത്തിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്താണെങ്കിൽ ഒരു കൊന്നമരം ഉള്ളത് നല്ല ഇല വീഴും ട്ടോ. അപ്പൊ ഈ ഇല പൊഴിയണ ഒരു സമയാണല്ലോ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ ഇല ഉണ്ടാവില്ല. ഫുള്ള് കൊമ്പ് മാത്രമായിട്ട് നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പൂവ് വിടരും ട്ടോ. വിഷുവിന്റെ സമയമായി കഴിഞ്ഞാൽ. അപ്പോൾ രാവിലെ അടിച്ചു വാരി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അടിച്ചു വരാത്ത പോലെ തോന്നും ട്ടോ. അതാണ് ഇത്ര അധികം ചപ്പ്. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ ടെറസിലേക്ക് പോയിട്ടോ. അപ്പൊ എന്റെ പിന്നാലെ വിശാട്ടനും കണ്ണനും ദേവുട്ടനും എല്ലാവരും വന്നുട്ടോ. അങ്ങനെ ഞാൻ ഒരു വശത്തുനിന്ന് ഇങ്ങനെ അടിച്ചു വാരി കൂട്ടി വെച്ചത് വിശാട്ടൻ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടു. ഇനി താഴത്ത് പോയിട്ട് ഞങ്ങൾ അത് അടിച്ചു കൂട്ടിയിട്ട് കത്തിക്കാണ് ചെയ്യാറ് ട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പണ്ടത്തെ ഒരു പ്രാവും കൂടി കണ്ടത് ട്ടോ. കണ്ണൻ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവന് പ്രാവ് വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് 2 പ്രാവ് അതുപോലെ വേറൊരു തരം ഒരു ബ്രൗൺ കളർ ഒരു പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. അങ്ങനെ പ്രാവൊക്കെ കുറേ ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അവര് തനിയെ പറന്നങ്ങനെ പോയി. പിന്നെ ഈ വഴിക്ക് കണ്ടതേ ഇല്ല. എന്താ പറയാ മയിൽപ്രാവ് എന്ന് പറഞ്ഞിട്ട് ഒരു തരം പ്രാവായിരുന്നു. അപ്പൊ അവരുടെ കൂടാണ് ട്ടോ ഇത്. അപ്പൊ അവര് പോയപ്പോ പിന്നെ ഞങ്ങൾ ഈ കൂട് ടെറസിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പൊ ദേവുട്ടൻ അത് കണ്ടപ്പോ കളിക്കാൻ വേണ്ടിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാണ് ആള്. അങ്ങനെ ഞങ്ങള് പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയണ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ കണ്ണൻ പറയണത്, അമ്മ മേപ്പെട്ട് നോക്കി നോക്കൂ നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ സംഭവം തേനീച്ചക്കൂടാണ്. അപ്പൊ തേനീച്ചക്കൂട് വെച്ചാല് ചെറുതൊന്നല്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നിങ്ങക്ക് വീഡിയോയിലൂടെ കാണുമ്പോ എങ്ങനെ മനസ്സിലാവണമെന്ന് അറിയില്ല കേട്ടോ, പക്ഷെ നല്ല വലിപ്പമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടപ്പോ പേടിയൊന്നല്ല തോന്നിയത്, എനിക്ക് ഛർദ്ദിക്കാനാണ് വന്നത്. അയ്യോ അത് കണ്ടപ്പോ പിന്നെ സകല മൂടും പോയി. പിന്നെ ഞങ്ങക്ക് ആകെക്കൂടി ടെൻഷനായി. ഇത് തേനീച്ചയാണോ കടന്നലാണോ എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാനും പറ്റണില്ല. അതൊന്ന് ഇളകിപ്പോയാ ഒക്കെ കൂടെ പറന്നു വരില്ലേ. അങ്ങനെ അടിച്ചുവാരലും ഇതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോ ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് വിശേട്ടൻ പറഞ്ഞു ഒരു സ്ട്രോങ് ചായ ഉണ്ടാക്കിക്കോ പറഞ്ഞിട്ട് ഞാന് നല്ലൊരു സ്ട്രോങ് ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാവരും അത് കുടിച്ചിരുന്നു കേട്ടോ. പിന്നെ അത് ഒരാഴ്ചയോളം അതന്നെയായിരുന്നു. ഇനിയിപ്പോ എങ്ങനെ അത് ഒഴിവാക്കാം, ആരെയും കിട്ടിയതുമില്ല. അവസാനം ഇപ്പൊ ഇവിടെ ഇല്ല കേട്ടോ. ഇപ്പൊ എന്നിട്ട് നാട്ടിലുള്ള ഒരാളെന്നെ വന്നിട്ട് രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോ വന്നിട്ട് ചൂട്ടൊക്കെ കത്തിച്ചിട്ട് തനിച്ചനൊക്കെ ഓടിപ്പിച്ച് വിട്ടു ട്ടോ. എന്തായാലും ഇപ്പൊ വലിയൊരു ടെൻഷൻ ഒഴിഞ്ഞ പോലെ ട്ടോ. എന്നാലും പേടിയുണ്ട്. ചിലപ്പോ കാണാം ഒന്നോ രണ്ടൊക്കെ ഇങ്ങനെ പറന്നൊക്കെ വരുന്നൊക്കെ കാണാം. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.